നമസ്കാരം. ജനിച്ച മണ്ണിൽ അന്തി ഉറങ്ങുന്നതിന് വേണ്ടി സമരം ചെയ്ത ഒരു പറ്റം ദളിത് കുടുംബങ്ങളുടെ സമരം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടി അതിശക്തമായി പോരാടുന്നു. ഗത്യന്തരമില്ലാതെ ആ സർക്കാരിന് സമരസമിതിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്നു. സമരസമിതി മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും ആ സർക്കാർ അംഗീകരിക്കുന്നു. ശേഷം ആ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുന്നു പ്രതിപക്ഷം. ജനം പ്രതിപക്ഷത്തിന് കൈയടിക്കുന്നു. പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിന്റെ കഥ തന്നെയാണ്. വി ഡി സതീശൻ സർക്കാരിന്റെ സമയത്ത് നടന്ന ഒരു കഥ തന്നെയാണ്. വി ഡി സതീശന്റെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിലെ പാരിയത്തുകാവിലെ പട്ടികജാതി ഉന്നതിയിൽ നടന്ന സംഭവമാണ് പറഞ്ഞു വരുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി ഉന്നതിയിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതൊക്കെ ഞമ്മന്റെ ഇടപെടൽ മൂലമാണ് എന്ന് വരുത്തി തീർത്ത് മുഴുവൻ കയ്യടി നേടാൻ വേണ്ടി ശ്രമം നടത്തിയ ആ മണ്ഡലത്തിലെ MLA ആയിട്ടുള്ള VP സജീന്ദ്രൻ വി ഡി സതീശനെയും ഉമ്മൻചാണ്ടി സർക്കാരിനെയും വരെ ഏറിലാക്കിയിട്ടുണ്ട്. ഒപ്പം സ്വയവും ഏറി കയറിയിട്ടുണ്ട്. മുൻ MLA വിമർശിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ മുൻ MLA കടന്നാക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ് VP സജീന്ദ്രൻ. ഇപ്പോ അത് വി ഡി സതീശൻ സർക്കാരിന് തന്നെ വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. അല്ലെങ്കിലും VP സജീന്ദ്രൻ വി ഡി സതീശൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ വി ഡി സതീശന് തുടക്കം മുതൽ തന്നെ കല്ലുകടിയാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പാരിയത്തുകാവ് വിഷയമൊക്കെ വലിയ തലവേദനയായി സർക്കാരിന്റെ തലയിൽ വന്ന് വീഴാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ VP സജീന്ദ്രൻ തന്നെയാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഈ VP സജീന്ദ്രൻ ഒരു ആശ്വാസമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം VP സജീന്ദ്രൻ പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള വടിയൊക്കെ എന്തായാലും മൂപ്പരായിട്ട് തന്നെ ഒപ്പിച്ചു തരും. അങ്ങനെ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി VP സജീന്ദ്രൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റും VP സജീന്ദ്രന് അഡ്വക്കേറ്റ് PV ശ്രീനിജൻ നൽകിയ മറുപടിയും നമുക്ക് നോക്കാം. നമുക്കറിയാം VP സജീന്ദ്രന് അഡ്വക്കേറ്റ് PV ശ്രീനിജനോട് വല്ലാത്ത ഒരു പകയാണ്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VP സജീന്ദ്രനെ അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA തോൽപ്പിച്ചതാണ്. ഇപ്പോഴും അദ്ദേഹം MLA ആയിട്ട് മണ്ഡലത്തിലൂടെ നടക്കുമ്പോഴും ജനങ്ങൾ പറയുന്നത് അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA പല കഥകളും ഒക്കെയാണ്. അദ്ദേഹം സംഘപരിവാറിനെതിരെ RSSനെതിരെ പോരാടിയ അല്ലെങ്കിൽ പല വിഷയങ്ങളെടുത്ത നിലപാടുകളെ പറ്റിയാണ് ജനങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ട് അത് കേൾക്കുമ്പോൾ നിലവിലെ MLAക്ക് അപ്പൊ പിന്നെ ഞാൻ ആരാ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകും. എന്തായാലും അദ്ദേഹം ഇട്ടിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാനൊന്ന് വായിക്കാം. ആ ഭാഗമാണ് എന്തായാലും ശ്രീനിജനെ ചൊടിപ്പിച്ചത്. ആ ഭാഗമാണ് വി ഡി സതീശിനെ ഉമ്മൻചാണ്ടിയൊക്കെ ഏറി കയറ്റിയത്. ഇങ്ങനെയാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത്. പാരിയത്തുകാവിൽ കോടതി വിധിയെ തുടർന്ന് പോലീസ് നടപടിയെടുത്തപ്പോൾ വിഷയം ആളിക്കത്തിക്കാനോ മാധ്യമങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കാനോ ഞാൻ നിന്നിട്ടില്ല. ഇത്തരം സങ്കീർണമായ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വേണ്ടതെന്ന് അന്നും ഇന്നും കരുതുന്നു. അതനുസരിച്ച് മാത്രമാണ് പ്രവർത്തിച്ചത്. ഇനിയും അത് തുടരും. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഏത് സന്ദർഭത്തെയും വിറ്റ് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന കാപട്യത്തിന്റെയും സ്വാർത്ഥതയുടെയും ശൈലി എനിക്ക് വശമില്ല. എന്നാൽ ഈ പ്രശ്നം ആളിക്കത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ഇടതുപക്ഷവും മുൻ MLAയും ശ്രമിച്ചത്. 2023 മുതൽ പോലീസ് നടപടിയുണ്ടായ 14 തവണയും ഭരണം കയ്യിലുണ്ടായിരുന്നിട്ടും കണ്ണടച്ച് ചെറുവിരൽ അനക്കാതെ നോക്കി നിന്നവർ, പാരിയത്തുകാവിലെ നിസ്സഹായരായ ദളിതർക്കായി നിയമസഹായം നൽകാതെ കോടതിയിൽ പോലും ചതിച്ചവർ നടത്തിയ മെലോ ഡ്രാമ പൊതുജനം കണ്ടു ബോധ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ മുൻ MLA പോലും ആ വിഷയത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പോലും അങ്ങോട്ടേക്ക് ഒന്ന് ഇടപെടാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ ചെന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ VP സജീന്ദ്രൻ എന്ന് പറയുന്ന MLA ഈ വിഷയം അതിരൂക്ഷമായപ്പോഴും സംസാരിച്ചത് എന്താണ്? അതായത് സമരസമിതിക്കെതിരായി ഈ പാരിയത്തുകാവിലെ പട്ടികജാതി ഉന്നതിയിലെ ജനങ്ങൾക്കെതിരായല്ലേ ഇദ്ദേഹം സംസാരിച്ചിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് അവർക്കൊപ്പമാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ്? പ്രതിപക്ഷമാണ് ശരിയെന്ന് ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ഇടപെടൽ മൂലമാണ് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടായിരിക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ എല്ലാവരും വിധി എഴുതിയിരിക്കുന്നു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു വിലയും കിട്ടാതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഷോ കാണിക്കണ്ടേ? എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA ആ ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. അദ്ദേഹം ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പാരിയത്തുകാവ് പ്രശ്നം പരിഹരിക്കപ്പെട്ടു, സന്തോഷം. നോക്കൂ എത്ര പോസിറ്റീവായിട്ടാണ് ഈ വിഷയത്തെ മുൻ MLA കാണുന്നതെന്ന് നോക്കൂ. ഇനി അദ്ദേഹം എഴുതുകയാണ്, ഇനി VP സജീന്ദ്രനുള്ള മറുപടിയാണ്. എന്നാൽ കുന്നത്തുനാട് MLAയോട് ചില വസ്തുതകൾ ചോദിക്കാതെയും പറയാതെയും പോകാൻ വയ്യ. ഇന്ന് കുന്നത്തുനാട് MLA ആയ നിങ്ങളുടെയും ശങ്കരൻ നായരുടെ കുടുംബത്തിന്റെ കൂടെ നിന്ന് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്ത എൽദോ എന്ന സ്ഥലത്തെ പ്രധാന ലാൻഡ് ബ്രോക്കറുടെയും പ്രസ്താവനകൾ കണ്ടു. ഞാൻ MLA ആയി വരുന്നത് 2021-25 കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് 10 വർഷം ഇവിടുത്തെ MLA ഇപ്പോഴത്തെ MLA തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നില്ലേ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ ചോദിക്കലും പുള്ളിക്ക് ഉത്തരം മുട്ടിപ്പോകും. അതിൽ അദ്ദേഹത്തിന്റെ ആദ്യ ടേമിൽ മുഖ്യമന്ത്രി ആയിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. 2011 മുതൽ 16 വരെ എന്നുകൂടി ഓർക്കുക. അദ്ദേഹത്തിന്റെ ആദ്യ കാലയളവിൽ പാരിയത്തുകാവിലെ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള പട്ടികജാതിയിൽ ഉൾപ്പെടുന്ന ഇവരുടെ പ്രശ്നം നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ?
അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവരെ സന്ദർശിക്കാനോ നിയമസഭയിൽ ഇവരുടെ പ്രശ്നം ഒരിക്കൽ പോലും ഉന്നയിക്കുവാനോ ഇപ്പോൾ നടത്തിയെന്ന് പറയപ്പെടുന്ന സമവായ ശ്രമങ്ങളോ നടത്താതിരുന്നത് എന്തുകൊണ്ടാണ്? അന്നെല്ലാം ശങ്കരൻ നായരുടെയും ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരം ഭൂമാഫിയകൾക്ക് വേണ്ടി ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനല്ലേ നിങ്ങൾ നിലകൊണ്ടത്? കോടതി ഉത്തരവുമായി ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷൻ വന്നപ്പോൾ നിയമപരമായ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ അതിനെ ചെറുത്തുനിന്നത്. മാത്രവുമല്ല, ആദ്യഘട്ടത്തിൽ സമവായ ശ്രമം എന്ന നിലയിൽ ഈ കുടുംബങ്ങൾക്ക് അവിടെ തന്നെ സ്ഥലം ലഭിക്കുന്നതിന് പലവട്ടം ശങ്കരൻ നായരുടെ കുടുംബവുമായി ചർച്ച നടത്തിയെങ്കിലും കോടതി വിധി തങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് 1 ഇഞ്ച് ഭൂമി പട്ടികജാതിക്കാരായ ഈ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നില്ലേ അവർ എടുത്തത്? ഇതെല്ലാം അന്നത്തെ മിനിറ്റ്സിൽ കാണാവുന്നതാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിയമപരമായി പട്ടികജാതി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരെ ഈ ഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കാതിരിക്കുന്നതിനും വേണ്ടിയല്ലേ ഹൈക്കോടതിയുടെ മറ്റൊരു ഉത്തരവ് പ്രകാരം തർക്കഭൂമിയായ 2.5 ഏക്കർ ഉൾപ്പെടുന്ന 19 ഏക്കർ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലെ മുഴുവൻ ആളുകൾക്കും അന്നത്തെ ജില്ലാ കളക്ടർ ശ്രീ ഉമേഷിന്റെ ഉത്തരവ് പ്രകാരം നോട്ടീസ് കൊടുത്തത്? അന്ന് അതിനെ എതിർത്ത് പത്രസമ്മേളനം നടത്തി സർക്കാർ പുറമ്പോക്ക് കയ്യേറിയ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിനൊപ്പമായിരുന്നില്ലേ ഇന്നത്തെ MLA ആയ നിങ്ങൾ? പിന്നെ ഇപ്പോൾ നിങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന കാര്യം, നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? പാരിയത്തുകാവിൽ നിന്ന് ഒഴിഞ്ഞേ പറ്റൂ, കോടതി വിധി നടപ്പിലാകും എന്നല്ലേ? പോലീസ് അതിക്രമം സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചത് കൊണ്ട് മാത്രമല്ലേ ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറായത്? ഞങ്ങൾ തീർത്ത പ്രതിരോധം മറികടന്ന പട്ടികജാതിക്കാരായ കുടുംബങ്ങളെ ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കുവാൻ കഴിയില്ല എന്ന ബോധ്യം വന്നതുകൊണ്ടല്ലേ ആർക്ക് വേണ്ടിയാണോ ഇത്രയും നാൾ നിങ്ങൾ നിന്നത് അവരെ കൊണ്ട് തന്നെ അവരുടെ നിലപാട് മാറ്റിച്ചത്? നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കും. കാരണം സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ഇത്രയും നാൾ കൊടുത്തത് നിങ്ങളായിരുന്നല്ലോ. ചർച്ചയുടെ ഭാഗമായി നിങ്ങളും മന്ത്രിയും കളക്ടറും പറഞ്ഞൊരു കാര്യമുണ്ട്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 19.5 ഏക്കർ കയ്യേറിയ ആളുകൾക്ക് കൊടുത്ത നോട്ടീസിൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സർക്കാർ പുറമ്പോക്ക് ഭൂമി തിരിച്ചുപിടിക്കുമെന്നും കാത്തിരിക്കുന്നു. അതിനായി പൂനുള്ളി ചൂടിയ രാജാവിനെ എല്ലാവരും കണ്ടു, പക്ഷേ അത് വിരിയിച്ച അധ്വാനത്തെ ആരും കണ്ടില്ല. വിജയത്തിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും മറയുന്നത് അതിന്റെ പിന്നിലെ അധ്വാനമാണെന്നാണ് അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA പറയുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നു VP സജീന്ദ്രൻ? ഏതോ വഴി പോയ ഒരു പണി ഏണി വെച്ച് VP സജീന്ദ്രൻ പിടിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ VP സജീന്ദ്രൻ MLA ആയിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ വിഷയമൊക്കെ സഭയിൽ ഉന്നയിക്കാതിരുന്നതെന്നൊക്കെ ഈ ശ്രീനിജൻ ചോദിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് ശരിയാണോ എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, VP സജീന്ദ്രൻ MLA ആയിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന സാബു എം ജേക്കബും 2020 പാർട്ടിയുമായിരുന്നു. ആ നാട് നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരുടെ രാഷ്ട്രീയവും അരാഷ്ട്രീയവാദവുമായിരുന്നു. അതിനെതിരെ പലപ്പോഴും അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം സഭയിൽ ഈ വിഷയം ഉന്നയിക്കണമെന്നും ഇങ്ങനെ ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു പാർട്ടി ഇവിടെ വളർന്നു വരുന്നുണ്ടെന്നും ഒരു അടിമത്തം വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടി വളർന്നു വരുന്നുണ്ടെന്നും ഒക്കെ സഭയിൽ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെ അക്ഷരം മിണ്ടാതിരുന്ന ഇപ്പൊ സംഘപരിവാറിന്റെ ഭാഗമായ ആ പാർട്ടിക്കെതിരെ ഒരു അക്ഷരം മിണ്ടാതിരുന്ന മനുഷ്യനാണ് ഈ പറയുന്ന VP സജീന്ദ്രൻ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ചക്ക ഇട്ടപ്പോ മൊയിലി എത്തും എന്ന് പറയുന്നത് പോലെ ലോട്ടറി അടിച്ച് കിട്ടിയതാണ് ഈ ഒരു MLA സ്ഥാനം പോലും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ VP സജീന്ദ്രൻ നടത്തിയിട്ടുള്ള പ്രതികരണം പ്രതിപക്ഷത്തിന് ഒന്നുകൂടി ഷൈൻ ചെയ്യാൻ കിട്ടിയ ഒന്ന് തന്നെയാണ്. VP സജീന്ദ്രൻ ഇങ്ങനെ തന്നെ തുടരുന്നത് എന്തുകൊണ്ടും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതെല്ലാം ഞങ്ങളുടെ ശ്രമഫലമായിട്ട് നടന്നതാണെന്നൊക്കെ വരുത്തി റോജിയും VP സജീന്ദ്രനും സതീശനും ഒക്കെ പല ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇതുപോലത്തെ വലിയൊരു വള്ളി കിട്ടിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ VD സതീശൻ ഇപ്പം നടത്തിയ പ്രതികരണമൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഞങ്ങളിത് പരിഹരിക്കാൻ വേണ്ടി ഈ അവിടെ താമസിക്കുന്ന ആളുകളുമൊക്കെ ആയിട്ട് ചർച്ച നടത്തിയെന്നാണ് അന്ന് കള്ളം പറഞ്ഞത്. എന്നിട്ട് ആ പട്ടികജാതി ഉന്നതിയിലുള്ള ആളുകൾ തന്നെ എന്താണ് പറഞ്ഞത്? ഞങ്ങളുമായിട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞങ്ങളുടെ പോലീസ് അങ്ങോട്ടേക്ക് കയറി അഴിഞ്ഞാടിയിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു അല്ലേ? അങ്ങനെ നുണ പറഞ്ഞ് ഈ വിഷയത്തിൽ നമ്മുടെ വയനാട്ടിൽ ഇപ്പൊ വീട് കൊണ്ടു തരാന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള മാർഗം കളി കളിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷം ഇങ്ങനെ ഒരു പിടിച്ചത്. അവസാനം പിടിച്ചത് ഇങ്ങനെ ഒടിച്ചു കഴിഞ്ഞപ്പോ എന്താണ് സംഭവിച്ചത്? ആ സമരം വിജയിച്ചിരിക്കുന്നു, സർക്കാർ മുട്ടുകുത്തിയിരിക്കുന്നു. വീണ്ടും സർക്കാരിനെ നമ്മുടെ VP സജീന്ദ്രൻ ഏറി കയറ്റിയിരിക്കുന്നു. എന്തായാലും VP സജീന്ദ്രൻ ഇങ്ങനെ തന്നെ തുടരുക എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.